ഹലോ ഗൈസ്, ജെം ഫെസ്റ്റയില് ഓട കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വൺ പീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വിഡ് സ്റ്റുഡിയോസിന്റെ വൺ പീസ് ആനിമെ റീ അഡാപ്റ്റേഷൻ ദ വൺ പീസിന്റെ വർക്ക് നല്ല രീതിക്ക് പുരോഗമിക്കുന്നുണ്ട് എന്ന് ഓട പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ വരുന്ന മാർച്ച് 10 വൺ പീസിന്റെ ലൈവ് ആക്ഷൻ സീസൺ 2 ഇറങ്ങുന്നതായിരിക്കും. ചോപ്പറിന്റെ സീനൊക്കെ ഓടയ്ക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ചോപ്പറിന്റെ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ കുറെ പേരുടെ ബുള്ളിങ്ങും ഹെയ്റ്റ് കമന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലൈവ് ആക്ഷനിൽ അത് അലമ്പാക്കുമെന്ന് എനിക്കും പേഴ്സണലി തോന്നുന്നില്ല. ഓട തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ചോപ്പറിന്റെ മൊമെന്റ്സ് ഒക്കെ നല്ല ക്യൂട്ട് ആയിരുന്നു എന്ന് ലൈവ് ആക്ഷനിൽ. സീസൺ 3 ഷൂട്ടിങ്ങും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അലബാസ്ത സാഗ ഫിനിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വൺ പീസിന്റെ ഇറങ്ങാൻ പോകുന്ന ഒരു ഫിലിമിനെ പറ്റി ഓട സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ വർക്ക് ഇപ്പോൾ അത്ര സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല, എന്തൊക്കെയോ അല്ലറ ചില്ലറ കുഴപ്പങ്ങളുണ്ടെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ റിസോൾവ് ചെയ്ത് പെട്ടെന്ന് ആ ഫിലിം ഇറക്കാൻ പറ്റട്ടെ. ഗോഡ് വാലി ഇൻസിഡന്റ് ഒരു സിനിമയാക്കി വരണമെന്നാണ് എന്റെ ആഗ്രഹം. ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാ ഫാൻസും അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. മാങ്ക റീഡേഴ്സിനായിട്ട് ഒരു വലിയ സന്തോഷ വാർത്ത തന്നെ ഓട പിന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ എൽബാഫ് ആർക്കിൽ നടക്കുന്ന ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, അതിനുശേഷം ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വേറെ ഒരു ലെവലിലേക്കാണ് പോകാൻ പോകുന്നതെന്നാണ് ഓട പറഞ്ഞിരിക്കുന്നത്. കാര്യം കിങ് ഓഫ് പൈറേറ്റ്സ് മാത്രം ഇതിനു മുൻപ് എത്തിയിട്ടുള്ള ആ ഒരു ഐലൻഡിലേക്കായിരിക്കും ഇനി സ്ട്രോ ഹാറ്റ്സ് പോകാൻ പോകുന്നത്. അതേപോലെ തന്നെ ആ 4ാമത്തെ പോണിഗ്ലിഫ് കയ്യിലുള്ള മാൻ വിത്ത് ബേൺ സ്കാർ ഉടനെ പ്രത്യക്ഷപ്പെടും. സോ ലാഫ്റ്റൈൽ ഐലൻഡിലേക്ക് തന്നെ ആയിരിക്കും എൽബാഫിന് ശേഷം പോകുന്നത്. ഇതുവരെ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ലാത്ത ക്യാരക്ടേഴ്സ് മീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സെറ്റ് ഓഫ് ആൾക്കാർ അങ്ങനെ തമ്മിൽ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് എന്റെ മനസ്സിലേക്ക് വന്നത് ഒന്ന് ഉസോപ്പ്, യസോപ്പ്, പിന്നെ ഡ്രാഗണും ലൂഫിയും. നിങ്ങൾക്ക് തോന്നുന്ന ക്യാരക്ടേഴ്സിനെ കമന്റ് ചെയ്യേ. എന്തായാലും ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സിന്റെ കണ്ടുമുട്ടല് അടുത്ത വർഷം ഉണ്ടാകും എന്നാണ് ഓട പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് പ്രായമായി വരികയാണ്, അതുകൊണ്ട് പറ്റാവുന്നത്ര സ്പീഡിൽ വൺ പീസ് അടുത്ത വർഷം കൊണ്ടുപോകുമെന്ന് ഓട പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ, ആനിമേൽ ഇപ്പോൾ എഗ് ഹെഡ് ആർക്ക് എൻഡ് ആയിട്ടുണ്ട്. സോ ഇനി 2 എപ്പിസോഡ് കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ആയിരിക്കും. 2026 ഏപ്രിൽ 5 എൽബാഫ് ആർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം, അതായത് ആനിമെ ഇവിടം വരെ കണ്ടു നിർത്തിയിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മളുടെ മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒന്ന് സജസ്റ്റ് ചെയ്യുക. എഗ് ഹെഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ചാപ്റ്റർ വരെയുള്ളതെല്ലാം നമ്മൾ ചെയ്ത് പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. സോ അപ്പോൾ മാക്സിമം സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 40 പേര് കൂടി മതി നമുക്ക് 5000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.